ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കോൾഡ് പ്രോസസ്സിംഗ് എമിൾസിഫയർ വെച്ചിട്ട്, അതായത് സെപ്പി മാക്സൺ ഞാൻ ഇതിനു മുൻപ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത് വെച്ച് ചെയ്തെടുത്ത ഒരു ക്രീമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ചൂടായി തുടങ്ങി, നാട്ടിലെ പോലെ തന്നെ. അപ്പോൾ ഇത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒന്ന് തിക്ക്, അതായത് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിക്ക് ഒന്ന് കുറച്ചെടുക്കണം. അപ്പോൾ ഒന്നും കൂടി നല്ലൊരു ക്രീമി ടെക്സ്ചറിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനു വേണ്ടി പിന്നെ എൻ്റെ കയ്യിൽ ചൂടായതുകൊണ്ട് തന്നെ ഞാൻ മുന്നേ ഉണ്ടാക്കി വെച്ച അലോവേര ജെല്ലും കുറച്ച് ഓയിലും ബട്ടറൊക്കെ വെച്ച് ഉണ്ടാക്കി വെച്ചത് ഇപ്പം ശരിക്കും മെൽറ്റായി. ഇതിനു മുമ്പ് ഞാൻ മെൽറ്റ് ചെയ്ത് നാട്ടിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇതുപോലെ വെള്ളമായത് ഞാൻ നിങ്ങൾ കാണിച്ചു തന്നായിരുന്നു. ഇതൊരു ഫെയിൽഡ് ക്രീമാണ്. അത് ക്രീം എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഒരു ഈസി വേൽ ഉണ്ടാക്കിയത് ആണ്. ഇതൊരിക്കലും ഒരു പ്രൊഫഷണൽ വേലുള്ളതല്ല. അപ്പോൾ അത് ഇതുപോലെ വെള്ളമായി. അപ്പോൾ ഞാൻ കോൾഡ് പ്രോസസ്സിംഗ് എമിൾസിഫയർ വെച്ചുണ്ടാക്കിയ ക്രീമിലേക്ക് ഞാൻ ഈ അലോവേര ജെല്ലും അതുപോലെ കുറച്ച് ഓയിലും ബട്ടറൊക്കെ വെച്ചത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുവാണ് കൈകൊണ്ട്. കാരണം അതൊരു നല്ലൊരു ക്രീമായിട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ്. ഈ കോൾഡ് പ്രോസസ്സിംഗ് എമിൾസിഫയറിൻ്റെ അതിൻ്റെ നല്ലൊരു ക്രീം കൺസിസ്റ്റൻസിയിൽ വരുന്നത് എപ്പോഴും അതിൻ്റെ മിക്സിങ്ങിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു 100 ഗ്രാമെങ്കിലും നമ്മൾ മിനിമം ഉണ്ടാക്കിയാലേ നമുക്കത് പ്രോപ്പറായിട്ട് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനത് മിക്സ് ചെയ്തപ്പോൾ അത് ഒട്ടും ശരിയായിട്ട് വരണുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ ഇനി ഒന്ന് ബ്ലെൻഡർ വെച്ച് നോക്കാമെന്ന്. എനിക്കിത് ശരിയാവില്ല എന്ന് തോന്നാനായിട്ടുള്ള കാരണം അത് അപ്പോഴും അത് രണ്ടും കൂടി ചേരാതെ ഇങ്ങനെ വെള്ളം പോലെ തന്നെ കിടക്കുന്നതാണ്. ശരിക്കും ഒരു ക്രീമിൻ്റെ തിക്നെസ്സിലേക്കാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. അത് ക്രീം ആവണമെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ച് ആവും, നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് വരും. അപ്പോൾ ഇനി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. അത് ബ്ലെൻഡ് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും കൂടി വേഴ്സായ പോലെ എനിക്ക് തോന്നി. കാരണം ആ സെപ്പറേഷൻ ശരിക്കും കാണുന്നുണ്ട്. ഈ വെള്ളവും ഓയിലും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത്, അതായത് അവിടെ ശരിക്കും എമിൾസിഫിക്കേഷൻ നടന്നിട്ടില്ല. നമുക്കത് ശരിക്കും നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ആ ക്രീമിന്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഏതാണ്ട് ഈ പശ പോലെ കണ്ടോ, ആ രണ്ടും സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. അതായത് ഞാൻ എമിൾസിഫയർ വെച്ച് ഉപയോഗിച്ച ആ ക്രീമും അതുപോലെ തന്നെ ഞാൻ അലോവേറ ജെല്ലും ഒന്നും ഇതിലേക്ക് ബ്ലെൻഡ് ആയിട്ടില്ല. അത് അങ്ങനെ തന്നെ കിടക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ചൂടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചു. പിന്നെ അതിന് മുൻപ് ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സർ ഉപയോഗിക്കണമെങ്കിൽ മിക്സർ ഉപയോഗിക്കുക. ഇതിപ്പോൾ വളരെ കുറവ് പെർസെൻറ്റേജ് അല്ലേ ഉള്ളൂ, ഗ്രാമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മിക്സർ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അതിങ്ങനെ പിരിഞ്ഞ പോലെ സെപ്പറേഷൻ വരുന്ന പോലെ നമുക്ക് കാണുമ്പോൾ തന്നെ അത് ശരിക്കും മനസ്സിലാവും. കണ്ടോ, അതിൻ്റെ ആ സെപ്പറേഷൻ കണ്ടോ. അപ്പോൾ ഇനി ഞാനതൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. കൈകൊണ്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് കുറച്ച് റെഡി ആയിട്ട് വന്നു. ഹാൻഡ് മിക്സറിന്റെ വെച്ചപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡ് മിക്സർ ആ മിക്സ് ചെയ്യാനുള്ള അത്രയും ക്രീം അതിലില്ല. അപ്പം അതുകൊണ്ടാണ് അത് വർക്ക് ചെയ്യാതിരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നല്ല ക്രീം കൺസിസ്റ്റൻസിയിലേക്ക് അത് ടേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അത് മിക്സ് ചെയ്യുമ്പോഴും മനസ്സിലാവും. ആ വെള്ളം പോലെ ആ സെപ്പറേഷൻ വന്ന സാധനങ്ങളൊക്കെ കൂടി ചേർന്ന് നല്ലൊരു തിക്ക് ക്രീം കൺസിസ്റ്റൻസിയിലേക്ക് ഇപ്പോൾ വന്നു. ഇനി ഇത് നിങ്ങൾ നോക്ക്, ഇപ്പൊ കണ്ടോ, ഇപ്പൊ നല്ല ആ ഒരു തിക്ക് ക്രീമായിട്ട് വന്നു. ആ സെപ്പറേഷനൊക്കെ മാറി. ഇനിയിപ്പോൾ നമുക്കിത് ശരിക്കും ക്രീം കൺസിസ്റ്റൻസിയിലേക്ക് തന്നെ വന്നു. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയണേ, ഒരു ജെല്ലും ഒരു ഓയിലോ ബട്ടറോ എന്തെങ്കിലും നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റി നമുക്ക് ജെല്ലിലേക്ക് ഓയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് സാന്താനികം ചെറിയൊരു ക്വാണ്ടിറ്റി അതിലേക്ക് അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിലേക്ക് ഹോൾഡ് ചെയ്യും. പക്ഷെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ ഉറപ്പായിട്ടും ഇതായിരിക്കും സംഭവിക്കാൻ പോണേ. അതുകൊണ്ട് ജെല്ലുകൊണ്ട് ക്രീം ഉണ്ടാക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. എമിൾസിഫയർ ഇല്ലാതെ നമ്മളത് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ഇനി നമുക്ക് മുന്നുണ്ടാക്കിയതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാൻ മറ്റേ ബ്ലെൻഡറിന് ബാക്കിയിരുന്ന് കുറച്ച് ഇടുന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതിന്റെ സ്പ്രെഡ് ചെയ്യുമ്പോൾ നോക്ക്, ഇത് ഏതാണ്ട് ഈ പശ പോലെയാണ് ഇരിക്കുന്നത്. എന്നാൽ ഇത് നല്ല ക്രീമിലേക്ക് വന്നു. ഇതാണ് നല്ല ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴാണ് നമുക്കിത് മനസ്സിലാകുന്നതും ഇതിന്റെ ഓരോ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിപ്പോൾ എനിക്ക് ഒന്നും കൂടി ലൈറ്റ് ആയിട്ട് തോന്നി ഈ ക്രീം. അപ്പോൾ ഈ സമ്മറിലൊക്കെ ലൈറ്റ് ആയിട്ടുള്ള ക്രീമുകൾ ഉപയോഗിക്കാം. അതുപോലെ സമ്മറിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ഇടാം. കാരണം ഒത്തിരി പേര് മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് തോന്നുന്നു 3-4 പേരെങ്കിലും മെസ്സേജ് അയച്ചായിരുന്നു ഇങ്ങനെ കുരു പൊന്തി എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു വീഡിയോ വേറെ ഇടാം. വീണ്ടും കാണാം. ബൈ.